നമസ്കാരം. നമുക്ക് അടുത്തത് നോക്കുന്നത് മിനിമാക്സ് പ്രിൻസിപ്പളിനെ കുറിച്ചാണ്. അപ്പോൾ തൊട്ട് മുന്നിൽ നമ്മൾ പഠിച്ചിരുന്നത് ഒരു ഇൻഫിനിറ്റ് ഡയമെൻഷണൽ ഹിൽബർട്ട് സ്പേസിലുള്ള സെൽഫ് അഡ്ജോയിൻറ്റ് കോമ്പാക്റ്റ് ഓപ്പറേറ്ററിൻ്റെ പോസിറ്റീവ് ഐഗൺ വാല്യൂസും നെഗറ്റീവ് ഐഗൺ വാല്യൂസ് എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് പഠിച്ചത്. അതുപോലെ തന്നെ അതുപയോഗിച്ചുകൊണ്ട് നമ്മൾ ചില റിസൾട്ടുകളുമാണ് പ്രൂവ് ചെയ്തത്. ഓക്കെ, അപ്പോൾ മിനിമാക്സ് പ്രിൻസിപ്പിൾ പറയുന്നത് ഇത്തരത്തിലുള്ള പോസിറ്റീവ് ഐഗൺ വാല്യൂസ് ഡിക്രീസിങ് സീക്വൻസും നെഗറ്റീവ് ഐഗൺ വാല്യൂസ് ഇൻക്രീസിങ് സീക്വൻസും ഉണ്ട്. കൂടാതെ ഒരു n+1 പോസിറ്റീവ് ഐഗൺ വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ n+1 പോസിറ്റീവ് ഐഗൺ വാല്യൂവിനെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഫംഗ്ഷൻ്റെ മിനിമം വാല്യൂ ആയിട്ട് എഴുതാം. ആ ഫംഗ്ഷൻ്റെ പ്രത്യേകത n വേരിയബിളിലുള്ള ഒരു ഫംഗ്ഷനായിട്ട് വേണമെങ്കിൽ അതിനെ കൺസിഡർ ചെയ്യാം. φ(x1, x2, xn). ഈ x1, x2, xn എന്ന് പറയുന്നത് ഹിൽബർട്ട് സ്പേസിലെ തന്നെ പോയിൻറ്റ്സ് ആണ്. അപ്പോൾ n വേരിയബിൾ ഫംഗ്ഷനാണ്. അപ്പോൾ φ(x1, x2, xn) ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ സുപ്രീമം ഓവർ നോം x is equal to 1 set of all inner product tx with x such that x element of span of x1, x2, xn ഹോൾ പർബ് എന്നാണ് അർത്ഥം. അവിടെ പർബ് വിട്ടുപോയിരിക്കുകയാണ്. അതായത് ഈ x1, x2, xn എന്ന വെക്ടറുകളുടെ സ്പാനിങ് സെറ്റ് എടുക്കുന്നു, അതിൻ്റെ ഓർത്തോഗണൽ സെറ്റ് എടുക്കുന്നു. ആ ഓർത്തോഗണൽ സെറ്റിലുള്ള പോയിൻറ്റ്സ് x എടുത്താൽ ആ എക്സിലെ ഇന്നർ പ്രൊഡക്റ്റ് ടി എക്സ് വിത്ത് എക്സിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുന്നു. ഇങ്ങനെ ഓരോ എക്സിന് കറസ്പോണ്ടായും കണ്ടുപിടിച്ചതിന് ശേഷം അതിൽ നോം എക്സ് is equal to 1 കേസ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നു. എല്ലാ എക്സുകളും ചൂസ് ചെയ്യുന്നില്ല. പകരം നോം എക്സ്, അതായത് യൂണിറ്റ് സർക്കിളിലുള്ള അത്തരത്തിലുള്ള എക്സുകൾ, അതായത് സ്പാൻ ഓഫ് x1, x2, അതിൻ്റെ ഓർത്തോഗണൽ സെറ്റ് എടുക്കുന്നു. അതിനകത്ത് അതിൻ്റെയും യൂണിറ്റ് സർക്കിളിൻ്റെയും ഇൻ്റർസെക്ഷനിൽ വരുന്ന പോയിൻറ്റ്സ് ഉപയോഗിച്ച് ഇന്നർ പ്രൊഡക്റ്റ് ടി എക്സ് വിത്ത് എക്സ് കണ്ടുപിടിക്കും. ഇത്തരം കിട്ടുന്ന വാല്യൂകളിലെ സുപ്രീമത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫൈ എന്ന ഫംഗ്ഷൻ. ഇനി അങ്ങനെ ഒരു ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുള്ള പറയാനുള്ള പ്രധാന കാരണം വെച്ചാൽ ഈ സുപ്രീമം എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. കാരണം ഈ സുപ്രീമം വെച്ചുകൊണ്ടാണ് നമ്മൾ നോം ടി കണ്ടുപിടിച്ചിരുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമുക്ക് പറയാൻ പറ്റും അത്തരത്തിലുള്ളത് എക്സിസ്റ്റ് ചെയ്യും. കാരണം നോം ടി എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട്, ഫൈനൈറ്റ് ആവുന്നതുകൊണ്ട് അത്തരത്തിലുള്ള സുപ്രീമം എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കിനി പ്രൂവ് ചെയ്യേണ്ടത് അത്തരം കേസുകളുള്ള മിനിമം വാല്യൂ ആയിട്ടാണ് λn+1+, അതായത് n+1th പോസിറ്റീവ് ഐഗൺ വാല്യൂ എക്സിസ്റ്റ് ചെയ്യണമെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, അതിനുവേണ്ടി തൊട്ട് മുന്നേ നമ്മൾ പഠിച്ച 6.2.6 തിയറം പ്രകാരം നമുക്കറിയാം ഒരു സെൽഫ് അഡ്ജോയിൻറ്റ് കോമ്പാക്റ്റ് ഓപ്പറേറ്റർ ആണെങ്കിൽ അതിൽ E1, E2, en എന്ന് പറയുന്ന ഓർത്തോനോമൽ സെറ്റ് എടുത്തു. ദെൻ ടി റെസ്ട്രിക്റ്റഡ്, അതിന് ഞാൻ En എന്നാണ് പേര് കൊടുത്തിരുന്നത്. En പർബ് എന്ന് പറയുന്നത് ഞാൻ Tn+1 എന്നാണ് കൊടുത്തത്. ആ Tn+1 കിട്ടുന്ന ഐഗൺ വാല്യൂവിൻ്റെ മോഡുലസ് വാല്യൂവും നോം ടിയും അതുപോലെ തന്നെ ഈ സുപ്രീമം ഓവർ നോം x is equal to 1 എന്ന് പറയുന്ന സെറ്റും ഈക്വൽ ആവുമെന്ന് നമ്മൾ ആ തിയറത്തിൽ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ നോം Tn+1 ഈക്വലാണ് മോഡുലസ് ഓഫ് λn+1+. പക്ഷേ പോസിറ്റീവ് ഐഗൺ വാല്യൂ ആയതുകൊണ്ട് മോഡല്ലാത്ത വാല്യൂ സെയിം ആയിരിക്കും. കാരണം ഇവിടെ സിമെട്രിക് ഓപ്പറേറ്റർ ആയതുകൊണ്ട് എല്ലാ ഐഗൺ വാല്യൂം റിയൽ നമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ അത് പോസിറ്റീവ് ഐഗൺ വാല്യൂ മോഡുലസ് വാല്യൂം അതും കോയിൻസൈഡ് ചെയ്യും. അപ്പോൾ മോഡ് λn+1+ എന്ന് പറഞ്ഞാലും λn+1+ എന്ന് പറഞ്ഞാലും നോം Tn+1 ഈക്വൽ ആയിരിക്കും. Tn+1 എന്താണെന്ന് പറഞ്ഞിരുന്നു? ടി റെസ്ട്രിക്റ്റഡ് En പർബ്. En പർബ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ h is equal to തെറ്റാണ്, h എന്ന് എഴുതരുത്. പകരം 6.1 തിയറം അപ്ലൈ ടു ദി ഓപ്പറേറ്റർ Tn+1 ഈക്വൽ ടു എന്നാണ് എഴുതേണ്ടത്. Tn+1 ഈക്വൽ ടു ടി റെസ്ട്രിക്റ്റഡ് ദാറ്റ്. അപ്പോൾ ടി ഈസ് എ സെൽഫ് അഡ്ജോയിൻറ്റ് കോമ്പാക്റ്റ് ഓപ്പറേറ്റർ ഓൺ h. ഓക്കെ, ദെൻ ആ തിയറം പ്രകാരം നമുക്ക് λn+1+ ഈസ് ഈക്വൽ ടു ദിസ് സുപ്രീമം എന്ന് കിട്ടുന്നു. അതിനർത്ഥം നമുക്ക് ഇതിങ്ങനെയുള്ള സുപ്രീമം ഇവിടെ കിട്ടിയത് കൊണ്ട് φ(E1, E2, en), φ(x1, x2, xn) എന്ന് പറയുന്ന കേസിൽ എന്താണെന്ന് നമ്മൾ തൊട്ട് മുകളിൽ പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ φ(E1, E2, en) എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? λn+1+ ആയിരിക്കും. അതായത് ഈ ഫംഗ്ഷൻ്റെ ഒരു വാല്യൂ ആയിട്ട് λn+1 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് മിനിമം ആവണം എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റിലെ പോയിൻറ്റും ലോവർ ബൗണ്ടും ആണെങ്കിലാണ് അതിനെ നമ്മൾ മിനിമം എന്ന് വിളിക്കുക. അപ്പോൾ നമ്മൾ ഇനി പ്രൂവ് ചെയ്യാൻ പോകുന്നത് λn+1+ എന്ന് പറയുന്നത് ഈ ഫംഗ്ഷൻ്റെ, അതായത് x1, x2, xn വേരിയബിൾ എടുക്കുമ്പോഴുള്ള മിനിമം ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ ഇഫ് വി പ്രൂവ് φ(x1, x2, greater than or equal to λn+1+ for any x1, x2, xn in h. ഓക്കെ, അത് പ്രൂവ് ചെയ്താൽ അത് ശരിക്കും ലോവർ ബൗണ്ട് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ദോഫോ വി ഗെറ്റ് ലോവർ ബൗണ്ടും സെറ്റിലെ പോയിൻറ്റും ആണെങ്കിൽ മിനിമം ആണെന്ന് പറയും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വി വിൽ പ്രൂവ് ദാറ്റ് ദർ എക്സിസ്റ്റ് എ y എലമെൻറ്റ് ഓഫ് സ്പാൻ ഓഫ് E1, E2, en+1 ആൻഡ് y ഈസ് പെർപെൻഡിക്കുലർ ടു x1, x2, xn ആൻഡ് നോം y ഈക്വൽ ടു 1. അതായത് y യൂണിറ്റ് സർക്കിളിൻ്റെയും സ്പാൻ ഓഫ് E1, E2, enൻ്റെയും പോയിൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ y ആർക്ക് പെർപെൻഡിക്കുലർ ആണെന്ന് കൂടി എടുക്കുന്നു? x1, x2, xn. xi എലമെൻറ്റ് ഓഫ് സ്പാൻ എന്ന് പറയുന്ന സാധനം ഇല്ല. പകരം ആ xi എന്ന് പറയുന്നത് സ്പേസിലെ പോയിൻ്റ് ഏതും ആവാം.
സ്പേസിലെ ഏത് പോയിൻറ്റും ആവാം. അപ്പോൾ എക്സ് വൺ എക്സെട്ര അങ്ങനെ ഉള്ള ഒരു കളക്ഷൻ ഓഫ് പോയിൻറ്റ്സാണ് ഞാൻ എടുക്കുക. എക്സ് വൺ എക്സ് എക്സെട്ര എക്സ് എൻ എന്ന് പറയുന്ന പോയിൻറ്റ്സാണ് എടുക്കുന്നത്. ഓക്കെ, ഇനി സ്പാനിയയിലും വരാം. കാരണം വെച്ചാൽ ഈ എക്സൈസ് എന്ന് പറയുന്ന എച്ചിലെ പോയിൻ്റാണ് ഈ എസ് ഓർത്തോനോമൽ ബേസ് ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇ വൺ ഇ ടു എക്സെട്ര ഇ എൻ പ്ലസ് വൺ എന്ന് പറയുന്നത് ഓർത്തോനോമൽ സെറ്റാണ് നമുക്കറിയാം. അപ്പോൾ വൈ അങ്ങനെയാണെങ്കിൽ വൈ നമുക്ക് ഓർത്തോനോമൽ ബേസിസിൻ്റെ ഇത് വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? വൈ ക്യാൻ ബി റിട്ടേൺ ആസ് എ ലീനിയർ കോമ്പിനേഷൻ സിഗ്മ ഈക്വൽ ടു 1 to n plus 1 ai with ei such that inner product y with xi is equal to 0. i varies from 1 to n എഴുതാം. ഓക്കെ, സ്പാനിങ് സെറ്റിൽ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ എഴുതുന്നത്. ഓർത്തോനോമൽ സെറ്റിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ടല്ല എഴുതുന്നത്. ആക്ച്വലി സ്പാനിലുള്ളത് കൊണ്ടാണ്. ഓർത്തോനോമാലിറ്റി ഉണ്ട്. ഓർത്തോനോമൽ ആണെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. എവരി ഓർത്തോനോമൽ സെറ്റ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ ഇവിടെ ലീനിയർലി ഇൻഡിപെൻഡൻറ്റും സ്പാനിങ് ഉള്ളതുകൊണ്ട് ബേസ് എലമെൻ്റ് ആയതുകൊണ്ട് വൈ ക്യാൻ ബി റിട്ടൺ ആസ് ദി ലീനിയർ കോമ്പിനേഷൻ ഓഫ് n plus 1 എലമെൻറ്റ്സ് ആയിട്ട് എഴുതി. കൂടാതെ അത് വൈ പെർപെൻഡിക്കുലർ ടു എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ പറഞ്ഞ അർത്ഥം എന്താണ്? ഇന്നപ്പെടുത്ത് വൈ വിത്ത് എക്സ് ഈക്വൽ ടു 0 ഫോർ എവരി ഐ വേരീസ് ഫ്രം 1 to n. ഇത് എപ്പോഴാണ് സംഭവിക്കാൻ നോക്കാം. ദിസ് ഈസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഓരോ ഇക്വേഷനിൽ ഇത് സംഭവിക്കണം. വൈ വിത്ത് എക്സ് വൺ ഈക്വൽ ടു 0, വൈ വിത്ത് എക്സ് ടു ഈക്വൽ ടു 0 എക്സെട്ര വൈ വിത്ത് എക്സ് എൻ ഈക്വൽ ടു 0 എന്നർത്ഥം. ഈ വൈ വിത്ത് എക്സ് വൺ ഈക്വൽ ടു 0, എക്സ് ടു ഈക്വൽ ടു 0 എക്സെട്ര എക്സ് എൻ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ വൈയുടെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇന്ന പ്രൊഡക്റ്റാണ് 0 ആവുന്നത്. ഇന്ന പ്രൊഡക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? a1 വിത്ത് ഇന്ന പ്രൊഡക്റ്റ് e1 x1 പ്ലസ് അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. ഓരോ ടേം വൈസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് ചെയ്ത്. അപ്പോൾ നമുക്ക് ശരിക്കും കിട്ടുന്നത് ഒരു n ഇക്വേഷൻസ് n+1 അൺനോൺസ്. n+1 അൺനോൺ ആവാനുള്ള കാരണം എന്ന് വെച്ചാൽ e1 സ്റ്റാർട്ട് ചെയ്ത് en+1 വരെ പോകുന്നു. അപ്പോൾ ആ ഇന്ന പ്രൊഡക്റ്റുള്ള സ്കാലാറിൻ്റെ എണ്ണം എന്ന് പറയുന്നത് n+1 അൺനോൺസ് ആണ്. അപ്പോൾ n+1 അൺനോൺസിൽ n ഇക്വേഷൻസ് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു ഹോമോജീനിയസ് സിസ്റ്റത്തിന് എല്ലായ്പ്പോഴും സൊല്യൂഷൻ ഉണ്ടാവും. പക്ഷേ അത് n/n കേസിൽ ഡിറ്റർമിൻ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. പക്ഷേ വേരിയബിളിൻ്റെ എണ്ണവും ഇക്വേഷൻ എണ്ണവും ഡിഫറൻ്റ് ആണെങ്കിൽ എന്തായാലും നോൺ ട്രിവിയൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ 1 എന്ന് പറയുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷന് ഒരു നോൺ ട്രിവിയൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും. അതായത് a1 a2 എക്സെട്ര an+1 എന്നാണ് അതിന് പേര് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ a1 a2 എക്സെട്ര an+1 എന്ന് പറയുന്ന ആ നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടല്ലോ, ആ നോൺ ട്രിവിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് വൈക്ക് വേണ്ടിയുള്ള സ്കാലേഴ്സ് ആയിരിക്കും. ദെർഫോർ വി ഗെറ്റ് വൈ ക്യാൻ അങ്ങനെ ഒരു വൈ നോൺ സീറോ വൈ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി വൈയുടെ നോൺ വാല്യൂ 1 അല്ലെങ്കിൽ നമുക്ക് വൈ ഈസ് റീപ്ലേസ്ഡ് വൈ ബൈ നോൺ വൈ കൊടുക്കാം. അപ്പോൾ ലെറ്റ് വൈ ഈക്വൽ ടു വൈ ബൈ നോൺ വൈ എന്ന് എഴുതിയത് തെറ്റാണ്. പകരം റീപ്ലേസ് വൈ ബൈ നോൺ വൈ എന്നുള്ളത് ചൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ പുതിയ വൈ എടുക്കുകയാണ് ചെയ്യുന്നത്. ശരി, നോൺ വൈ ഈക്വൽ ടു 1 എന്ന് കിട്ടുന്ന വൈ എടുക്കുകയാണ് ചെയ്യുന്നത്. ലെറ്റ് വൈ ഈക്വൽ ടു വൈ ബൈ നോൺ വൈ എന്ന് എഴുതുന്നത് തെറ്റാണ്. അങ്ങനെ എഴുതാൻ പാടില്ല. എന്തായാലും നോൺ വൈ ഈക്വൽ ടു 1 ആണ്. ഓക്കെ, അപ്പോൾ വൈ സൊല്യൂഷൻ ആണെങ്കിൽ വൈ ബൈ നോൺ വൈയും സൊല്യൂഷനാണ്. അപ്പോൾ വൈ ബൈ നോൺ വൈ ഞാൻ പുതിയൊരു പേര് കൊടുത്ത് വൈ തന്നെ പേരെടുത്തു. അപ്പോൾ നോൺ വൈ ക്യാൻ ബി റിട്ടേൺ ആസ് എങ്ങനെ എഴുതാം? സിഗ്മ ഈക്വൽ ടു 1 to n+1 ai വിത്ത് ഇന്ന പ്രൊഡക്റ്റിലേക്ക് അപ്ലൈ ചെയ്തു. ഇന്ന പ്രൊഡക്റ്റിലേക്ക് അപ്ലൈ ചെയ്തത് ഓർത്തോനോമാലിറ്റി കൂടി അപ്ലൈ ചെയ്യുമ്പോൾ സെയിം അല്ലാത്ത കേസെല്ലാം കട്ടായി പോകും. എയും എ കോൺജുഗേറ്റും വരും. അപ്പോൾ അതിൻ്റെയൊക്കെ സ്ക്വയേഴ്സാണ് വരിക. അപ്പോൾ സം ചെയ്യുമ്പോൾ മോഡ് a1 സ്ക്വയർ പ്ലസ് മോഡ് a2 സ്ക്വയർ പ്ലസ് എക്സെട്ര മോഡ് an+1 സ്ക്വയർ എന്ന് കിട്ടും. ദാറ്റ് മീൻസ് സമ്മേഷൻ ഐ വേരീസ് ഫ്രം 1 to n+1 മോഡ് a സ്ക്വയർ. ഓക്കെ, ഇനി നോൺ വാല്യൂ ആണ്. നോൺ വാല്യൂ ഓൾറെഡി 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സമ്മേഷൻ്റെ വാല്യൂ എത്ര കിട്ടും? 1 ആണെന്ന് കിട്ടും. ദെൻ ഫൈ ഓഫ് x1 എക്സെട്ര xn+1 ഈക്വൾ അങ്ങനെ ഒരു y എക്സിസ്റ്റ് ചെയ്യുന്നത് മനസ്സിലായി. അത് ഡെഫിനിഷൻ പ്രകാരം ഫൈയുടെ വാല്യൂ എഴുതി. ദിസ് ഇംപ്ലൈസ് ഫൈ ഓഫ് x1 എക്സെട്ര xn ഈക്വൾ xn സുപ്രീമം വാല്യൂ ആണ്. സുപ്രീമം വാല്യൂ എല്ലായ്പ്പോഴും എല്ലാ വാല്യൂവിനേക്കാളും വലുതായിരിക്കും. y അത്തരം സെറ്റിലെ ഒരു പോയിൻ്റാണ്. അതായത് പെർപെൻഡിക്കുലറിലെ പോയിൻറ്റ് സ്പാൻ ഓഫ് x1 x2 എക്സെട്ര x പെർവിലെ പോയിൻറ്റുമാണ് നോൺ y 1ഉമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഫൈ എന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തതിന് വേണ്ടിയുള്ള ഒരു പോയിൻ്റാണ് y. ഇനി ഏതൊരു വാല്യൂവിനേക്കാളും വലുതായിരിക്കും സുപ്രീമം. ദെർഫോർ ഫൈ ഓഫ് x1 x2 എക്സെട്ര xn ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എനി വാല്യൂ ഓഫ് ദാറ്റ് സെറ്റ്. ദാറ്റ് മീൻസ് ഇന്ന പ്രൊഡക്റ്റ് ty വിത്ത് y. Just substitute the value of y here and apply the linearity of t. So you got inner product sigma i varies from n+1 to ai t of ei with the sigma i varies from 1 to n+1 ai ei. Okay, ഇനി ടി ഓഫ് ഇ എന്ന് പറഞ്ഞാൽ ആരാണ്? ലാംഡ ഇ ഐ ആണ്. കാരണം ലാംഡ ഈസ് ആർ ദ ഐഗൺ വാല്യൂസ് എന്ന് നമ്മൾ പറയാൻ +1 ഐഗൺ വാല്യൂസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം പുറത്തേക്ക് എടുത്ത് ഓർത്തോഗോണാലിറ്റി ഇന്ന പ്രൊഡക്റ്റിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും λ1 മോഡ് a1 സ്ക്വയർ പ്ലസ് λ2 മോഡ് a2 സ്ക്വയർ പ്ലസ് എക്സെട്ര മോഡ് ലാംഡ n+1 മോഡ് n+1. അപ്പോൾ ഈ ലാംഡ ഫസ്റ്റ് വേരിയബിളിൽ നിന്നാണ് എല്ലാം പുറത്ത് വരുന്നത്. അതുകൊണ്ട് λ1 λ2 വന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് ദാറ്റ് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു summation I varies from 1 to
n+1 ലാംഡ ആക്ച്വലി ഈക്വൽ മോഡ് AI സ്ക്വയർ എന്ന് കിട്ടും. പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ > ഉള്ളതുകൊണ്ട് നമുക്ക് കിട്ടിയത് 5(x1, x2, xn > T(y) with y which is equal to sigma I varies from 1 to n+1 ലാംഡ ഇൻറ്റു മോഡ് AI സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, ദിസ് ഇംപ്ലൈസ് 5(x1, x2, xn > ആ സമേഷൻ നമ്മൾ കൊടുത്തു. നമുക്കറിയാം പോസിറ്റീവ് ഐഗൺ വാല്യൂസാണ് നമ്മളിവിടെ ചൂസ് ചെയ്തത് n+1. അതിൽ ഏറ്റവും വലുത് λ1+ഉം, കാരണം ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോസിറ്റീവ് ഐഗൺ വാല്യൂ. ഏറ്റവും ചെറുത് λn+1+ഉം ആണ്. അപ്പോൾ ഏറ്റവും ചെറുതിൻ്റെ വാല്യൂ വീണ്ടും ചെറുതാവുക ചെയ്യുക. ദാറ്റ് മീൻസ് 5(x1, x2, xn > sigma I varies from 1 to n+1 ലാംഡ n+1 മോഡ് AI സ്ക്വയർ ഏറ്റവും ചെറുതായതുകൊണ്ട്. ഇനി കോമൺ ആയിട്ടുള്ളത് കൊണ്ട് അതിനെ പുറത്തെടുക്കാം. ആദ്യം കോമൺ ആക്കാൻ വേണ്ടിയാണ് ചെറുത് അപ്ലൈ ചെയ്ത് ദെൻ ലാംഡ n+1+നെ പുറത്തേക്ക് എടുത്തു. സിഗ്മ I varies from 1 to n+1 മോഡ് AI സ്ക്വയർ കൊടുത്തു. അതിൻ്റെ വാല്യൂ 1 ആണെന്ന് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. therefore 5(x1, x2, xn > ലാംഡ n+1+. ദാറ്റ് മീൻസ് ലാംഡ n+1+ എന്ന് പറയുന്നത് ലോവർ ബൗണ്ടായി, ഓൾറെഡി മെമ്പറുമായി ലോവർ ബൗണ്ടുമായി. അങ്ങനെയാണെങ്കിൽ അതെന്തായി മാറുന്നു? മിനിമമായി മാറുന്നു. therefore ഇതുപോലെ ഏത് 10th കേസ് എടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വളരെ എളുപ്പത്തിലുള്ള ഒരു റിസൾട്ടാണെന്ന് ഓർക്കുക. ഇനി അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട തിയറാണ് സെക്കൻഡ് ഹിൽബർട്ട് സ്മിത്ത് തിയറം പറയുന്നത്. ഇത് L2 ഓഫ് ക്ലോസ്ഡ് ലേബിയിലുള്ള ഒരു സെൽഫ് അഡ്ജോയിൻറ്റ് കോമ്പാക്റ്റ് ഓപ്പറേറ്ററിൻ്റെ സിമെട്രിക് കേർണലിനെ കുറിച്ച് പറയുന്ന തിയറമാണ്. അപ്പോൾ H എന്ന് പറയുന്നത് L2 ഓഫ് ക്ലോസ്ഡ് ലേബിയാണ്. L2 ഓഫ് ക്ലോസ്ഡ് ലേബി എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റഗ്രബിൾ ഇക്വലൻസ് ക്ലാസസ് ഓഫ് 2 ഇൻറ്റഗ്രബിൾ ഫംഗ്ഷൻസ് ഓൺ ക്ലോസ്ഡ് ലേബിയാണ് നമുക്കറിയാം. അതിലെ ഒരു ഓപ്പറേറ്റർ ഡിഫൈൻ ചെയ്യുന്നത് K ഫ്രം H to H ഡിഫൈൻഡ് ബൈ K ഓഫ് X ഓഫ് S. X ഓഫ് S എന്ന് പറയാൻ കാരണം L2 ഓഫ് ക്ലോസ്ഡ് ലേബിയിൽ ഓരോന്നും ഫംഗ്ഷനാണ്. അപ്പോൾ എക്സ് എന്ന് മാത്രം എഴുതുന്നതിന് പകരം എക്സ് ഓഫ് എസ് എന്ന് എഴുതാൻ കാരണം അതിൻ്റെ ഇമേജ് കൂടി ചേർത്താണ്. K ഓഫ് എക്സ് ഓഫ് എസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ A to B ക്യാപിറ്റൽ K ഓഫ് ഓർഡേർഡ് ബൈ RST. അതിനെയാണ് സിമെട്രി ഫംഗ്ഷൻ K എന്ന്. രണ്ട് Kയും ഡിഫറൻ്റ് ആണ്. ഓപ്പറേറ്റർ K സ്മോൾ K ആയിട്ട് ചൂസ് ചെയ്യുക, കേർണലിന് ക്യാപിറ്റൽ K കൊടുക്കുക ഉള്ളിലുള്ളത്. അപ്പോൾ അത് ഇവിടെ എററായിട്ട് എഴുതിയിരിക്കുന്നത് ഓപ്പറേറ്റർ സ്മോൾ K ആയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഓപ്പറേറ്റർ ക്യാപിറ്റൽ K ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ കേർണലിനെ സ്മോൾ K ആയിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ രണ്ട് Kയും തമ്മിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ പാടില്ല. ക്യാപിറ്റൽ K ഒന്ന് ഓപ്പറേറ്റർ Kയും ഒന്ന് കേർണൽ Kയുമാണ്. ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ വരുന്നത് കേർണൽ K. അത് 2 വേരിയബിൾ ഫംഗ്ഷനാണ് K ഓഫ് ST എന്ന് പറയുന്നത്. K ഓഫ് ST 2 വേരിയബിൾ ഫംഗ്ഷൻ ഓൺ I സ്ക്വയർ ആണ്. I എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ലേബി ക്ലോസ്ഡ് ലേബിയിൽ ഡിഫൈൻ ചെയ്യുന്ന ഒരു 2 വേരിയബിൾ ഫംഗ്ഷനാണ് K ഓഫ് ST. സീറ്റ സിമെട്രിക് ഫംഗ്ഷൻ എന്നാണ് പറയുക. സിമെട്രിക് കേർണലിനും പേര് വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതിനകത്ത് ഇയാൾ സെൽഫ് അഡ്ജോയിൻറ്റ് കോമ്പാക്റ്റ് ഓപ്പറേറ്റർ ആയിരിക്കും ഇത്. ഓക്കെ, അത് നമുക്ക് പ്രൂവ് ചെയ്യുന്നില്ല. പകരം ഇത് സെൽഫ് അഡ്ജോയിൻറ്റ് കോമ്പാക്റ്റ് ഓപ്പറേറ്റർ ആണെങ്കിൽ ഈ സിമെട്രിക് കേർണലിനെ നമുക്ക് അതിൻ്റെ ഐഗൺ വാല്യൂസും ഐഗൺ വെക്റ്റേഴ്സും ഉപയോഗിച്ചുകൊണ്ട് എഴുതാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഫസ്റ്റ് ഹിൽബർട്ട് സ്മിത്ത് തിയറം പ്രകാരം നമുക്ക് അങ്ങനെ ഐഗൺ വാല്യൂസ് ഉണ്ട്, ഓർത്തോനോമൽ വെക്റ്റേഴ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. അത് ഉപയോഗിച്ചുകൊണ്ട് സിമെട്രിക് കേർണലിനെ എഴുതാൻ പറ്റും. അതായത് K ഓഫ് ST ക്യാൻ ബി റിട്ടൺ ആസ് സിഗ്മ ലാംഡ EI ഓഫ് S EI ഓഫ് T കോൺജുഗേറ്റ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, EI ഓഫ് S EI ഓഫ് T കോൺജുഗേറ്റ്. അതുപോലെ തന്നെയാണ് ആ ഒരു സീരീസ് സിഗ്മ ലാംഡ I സ്ക്വയർ എന്ന് പറയുന്നത് കൺവേർജൻ്റ് ആയിരിക്കുമെന്ന്. അത് അപ്ലൈ ചെയ്യുന്ന ഡബിൾ ഇൻ്റഗ്രേഷൻ ഉപയോഗിച്ചുകൊണ്ട് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സിഗ്മ ലാംഡ I സ്ക്വയർ കൺവേർജൻ്റ് ആണെന്നും പ്രൂവ് ചെയ്യണം. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് പ്രൂവ് ചെയ്യേണ്ടത്. ആദ്യം സിമെട്രിക് കേർണൽ എങ്ങനെ എഴുതുന്നു എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് മക്കളെ, അപ്പോൾ അതിനകത്ത് നമുക്ക് ആ സിമെട്രിക് കേർണലിൻ്റെ ഫോർമേഷൻ ഇൻ ടേംസ് ഓഫ് ഐഗൺ വാല്യൂസ് ആൻഡ് ദ കറസ്പോണ്ടിങ് ഐഗൺ വെക്റ്റേഴ്സ് ഓർത്തോനോമൽ ഐഗൺ വെക്റ്റേഴ്സ് ആണെന്നും അതുപോലെ തന്നെ സിഗ്മ ലാംഡ I സ്ക്വയർ എന്ന് പറയുന്നത് കൺവേർജൻ്റ് ആണെന്നുമാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ആ സിമെട്രിക് കേർണൽ K ഓഫ് ST ഓർഡേർഡ് പെയർ ST എന്ന് പറയുന്നതിന് ആ സിഗ്മ ലാംഡ EI ഓഫ് S E ഓഫ് T കോൺജുഗേറ്റ് എന്ന് എഴുതാൻ പറ്റുമെന്ന് പ്രൂവ് ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുന്നു. ലെറ്റ് η ഓഫ് ST ഈക്വൽ ടു EI ഓഫ് S EI ഓഫ് T കോൺജുഗേറ്റ്. അത് 2 വേരിയബിൾ ഫംഗ്ഷനാണ്. ഈറ്റ ഫ്രം I ക്രോസ് I ൽ നിന്ന് Kയിലേക്കുള്ള ഒരു ഫംഗ്ഷനാണ്. EIs നമുക്ക് ഓർത്തോനോമലാണെന്നറിയാം. അപ്പോൾ ഇവിടെ 2 വേരിയബിൾ വരുന്നുണ്ട്, എസിലും ടിയിലും വരുന്നുണ്ട്. അപ്പോൾ EI ഓഫ് എസും EI ഓഫ് T കോൺജുഗേറ്റുമാണ് എടുക്കുന്നത്. EIs ഓർത്തോനോമൽ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഈറ്റ ഓഫ് ST എന്തുതന്നെയായിരിക്കും? ഓർത്തോനോമലായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഓർത്തോനോമാലിറ്റി പ്രൂവ് ചെയ്യുന്നത് ഇന്ന പ്രൊഡക്റ്റിൻ്റെ കൺസെപ്റ്റ് ഉപയോഗിച്ച് തന്നെയാണ്. അത് ബ്രാക്കറ്റിൽ ചെയ്തിട്ടുണ്ട്. ഈറ്റ ഓഫ് ഓർഡർ പെയർ S ഓഫ് T ഈറ്റ J ഓഫ് S ഓഫ് T. ഈറ്റയും Jയും Iയും ഡിഫറൻ്റ് ആകുമ്പോൾ ഇന്ന പ്രൊഡക്റ്റ് 0 ആണെന്ന് കിട്ടണം. വിച്ച് ഈസ് ഈക്വൽ ടു ഇന്ന പ്രൊഡക്റ്റ് EI ഓഫ് S EI ഓഫ് T കോൺജുഗേറ്റ് വിത്ത് EJ ഓഫ് S EJ ഓഫ് T
കോൺജുഗേറ്റ്. ഓക്കെ, നമുക്ക് ഇത് ഉപയോഗിച്ച് ഇ ഐ ഓഫ് ടി കോൺജുഗേറ്റും ഇ ജെ ഓഫ് ടി കോൺജുഗേറ്റും ഒക്കെ നമുക്കിപ്പോൾ ഒരെണ്ണം ഫിക്സ് ചെയ്യാം. അപ്പോൾ ടി ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ഇ ഐ ഓഫ് ടി കോൺജുഗേറ്റും ഇ ജെ ഓഫ് ടിയും നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും. അങ്ങനെയാകുമ്പോൾ നമുക്ക് കിട്ടുക ഇ ഐ ഓഫ് എസ് വിത്ത് ഇ ജെ ഓഫ് എസ് എന്നാണ് കിട്ടുക. ഈ ഐയും ജെയും ഡിസ്റ്റിങ്ക്റ്റ് ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് അതിനവിടെ 0 ആയി പോകും. ഇതുപോലെ എസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ടിയുടെ കേസും 0 ആയി പോകും. ദാറ്റ് മീൻസ് ബോത്ത് കേസസ് എസ് ഫിക്സ് ചെയ്താലും ടി ഫിക്സ് ചെയ്താലും നമുക്ക് ഇന്നപ്പോൾ 0 ആവും. അത് ഇ ഐസിൻ്റെ ഓർത്തോനോമാലിറ്റി ഉപയോഗിച്ചുകൊണ്ടാണ്. ദോർഫോർ ഈറ്റ ഐ ഓഫ് എസ് ടി എന്ന് പറയുന്നത് ഒരു ഓർത്തോനോമസ് സിസ്റ്റമായി മാറുന്നുണ്ട് L2 ഓഫ് ഐ സ്ക്വയറിലെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നോക്കേണ്ടത് സോ ദാറ്റ് ദ സീരീസ് സിഗ്മ കെ വിത്ത് ഈറ്റ ഐ കൺവേർജസ്. ഈ കെ വിത്ത് ഈറ്റ എന്ന് പറഞ്ഞാൽ കെ എന്ന് പറഞ്ഞാൽ 2 വേരിയബിൾ ഫംഗ്ഷൻസ് സിമെട്രിക് ആണ്, അല്ലെങ്കിൽ കെ ഓഫ് എസ് ടി എന്നാണ് ഉദ്ദേശിച്ചത്, ഈറ്റ ഓഫ് എസ് ടി. അത് കൺവേർജ് ചെയ്യാനുള്ള കാരണം ഓർത്തോണമസ് സിസ്റ്റത്തിൽ നമുക്ക് ഏത് കേസ് എടുത്താലും ഇങ്ങനെ കൺവേർജൻസ് കിട്ടുമെന്ന് നമുക്കറിയാം. അപ്പോൾ അത് കൺവേർജ് ചെയ്യുന്നത് ഓർത്തോനോമാലിറ്റി എന്ന കൺസെപ്റ്റ് കൊണ്ടാണ്. ഇനി നമുക്ക് നോക്കുന്നത് ഫൈ ഓഫ് എസ് ടി എന്താണെന്ന് നോക്കാം. ഒരു പുതിയ ഫംഗ്ഷൻ ഡിഫ്. അപ്പോൾ ഈറ്റ ഓഫ് എസ് ടി കിട്ടി. ഈറ്റ ഓഫ് എസ് ടി കിട്ടിയത് ഉപയോഗിച്ചിട്ട് ഓർത്തോനോമൽ സിസ്റ്റം ആയതുകൊണ്ട് അത് ഉപയോഗിച്ച് ഒരു സീരീസ് എടുത്തു. സിഗ്മ ഓവറായി ഇന്ന പ്രോഡക്റ്റ് കെ വിത്ത് ഈറ്റ ഐ. കെ എന്ന് പറയുന്നത് ഇവിടുത്തെ ഗിവൺ ഓപ്പറേറ്റർ അല്ല, പകരം സിമെട്രിക് കേർണലാണ്. കെ ഓഫ് ഓർഡർഡ് പെയർ എസ് ടി ആണ് ഈറ്റ ഓഫ് എസ് ടി. അപ്പോൾ ഡബിൾ വേരിയബിൾ ഫംഗ്ഷൻ ഇന്ന പ്രോഡക്റ്റിൽ എടുക്കാൻ പറ്റുമോ? അത് ഇന്ന പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഡബിൾ വേരിയബിൾ ഫംഗ്ഷൻ എടുക്കുമ്പോൾ ഡബിൾ വേരിയബിൾ എടുക്കണം, സിംഗിൾ എടുക്കുമ്പോൾ സിംഗിൾ എടുക്കണം. ഓക്കെ, അപ്പോൾ ഫൈ ഓഫ് എസ് ടി ഈക്വൽ ടു എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം. ഫൈ ഓഫ് എസ് ടി എന്ന് പറയുന്നത് സമേഷൻ ഐ വേരിയസ് ഫ്രം 1 to infinity ആവാം, അല്ലെങ്കിൽ ഐ ഗ്രീറ്റർ ഈക്വൽ ടു 1 കെ വിത്ത് ഈറ്റ ഐ. അത് വെൽ ഡിഫൈൻഡ് ആണ്, കാരണം ഓർത്തോനോമാലിറ്റി ഉള്ളത് കൊണ്ടാണ് അവിടെ വെൽ ഡിഫൈൻഡ് ഫംഗ്ഷനായി മാറുന്നത്. അത് എക്സിസ്റ്റ് ചെയ്യും, എല്ലാ വാല്യൂവിലും എക്സിസ്റ്റ് ചെയ്യും. ഇനി നമുക്ക് ആ വാല്യൂ ഇന്ന പ്രോഡക്റ്റ് കെ വിത്ത് ഈറ്റ ഐ ലാംഡ ഐ ആണെന്നാണ് നമുക്ക് ആദ്യം പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടി. കെ ഓഫ് എസ് ടിയുടെ വാല്യൂ സിഗ്മ ലാംഡ ഐ ഇൻറ്റു ഈറ്റ ഐ എന്ന് പറഞ്ഞാൽ ഇ ഐ ഓഫ് എസ് ഇ ഓഫ് ടി കോൺജുഗേറ്റ് എന്ന് കിട്ടും. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ഇന്ന പ്രോഡക്റ്റ് കെ വിത്ത് ഈറ്റ ഐയുടെ വാല്യൂ ലാംഡ ഐ ചെക്ക് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി കൺസിഡർ ചെയ്തു. ഇന്ന പ്രോഡക്റ്റ് കെ വിത്ത് ഈറ്റ ഐ, ഇന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് L2 ഓഫ് ഐ സ്ക്വയറിലാണ്, ഡബിൾ വേരിയബിൾ ആണ്. അപ്പോൾ ഡബിൾ വേരിയബിൾ ആണെങ്കിൽ നമുക്ക് ഡബിൾ വേരിയബിളിലുള്ള ഇന്ന പ്രോഡക്റ്റ് എഫ് വിത്ത് ജി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഇൻ്റഗ്രൽ എഫ് ജി കോൺജുഗേറ്റ് എന്ന് പറയുക. അത് സിംഗിൾ വേരിയബിൾ ആണെങ്കിൽ. ഡബിൾ വേരിയബിൾ ആണെങ്കിൽ ഡബിൾ ഇൻ്റഗ്രേഷൻ. അപ്പോൾ ഡബിൾ ഇൻ്റഗ്രേഷൻ കൊടുക്കുമ്പോൾ 2 വേരിയബിലിറ്റി കൊടുക്കണം. ഡബിൾ ഇൻ്റഗ്രൽ എ ടു ബി കെ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു കോൺജുഗേറ്റ് ഓഫ് ദി സെക്കൻഡ് ഡി ടി ഡി എസ്. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി ഈ കെ എന്ന് പറയുന്നത് കെ ഓഫ് എസ് ടി ആണ്. ഈറ്റയുടെ വാല്യൂ അപ്ലൈ ചെയ്തു. ഇ ഐ ഓഫ് എസ് ഇ ഓഫ് ടി കോൺജുഗേറ്റ് ദ ഹോൾ കോൺജുഗേറ്റ് ഡി ടി ഡി എസ്. ദാറ്റ്സ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ കെ ഓഫ് ഓർഡർഡ് പെയർ എസ് ടി ഉണ്ട്, ഇ ഐ ഓഫ് എസ് കോൺജുഗേറ്റ് ഇ ഐ ഓഫ് ടി കോൺജുഗേറ്റ് അപ്ലൈ ചെയ്തു ഡി ടി ഡി എസ്. ഓക്കെ, പക്ഷേ നമുക്ക് കെ ഓഫ് എസ് ടി ഇ ഐ ഓഫ് ടി എന്ന് പറയുന്നത് ഓപ്പറേറ്ററിൻ്റെ ഡെഫിനേഷനാണ്, ഇൻ്റഗ്രൽ വാല്യൂ വെച്ചുകൊണ്ടുള്ളത്. അപ്പോൾ ആ ഇൻ്റഗ്രലിനെ നമ്മളൊരു ബ്രാക്കറ്റിനുള്ളിലേക്ക് മാറ്റി ഒരു റീഅറേഞ്ച്മെൻറ്റ് നടത്തിയതിന് ശേഷം ഇൻ്റഗ്രൽ എ ടു ബി ബ്രാക്കറ്റിനുള്ളിൽ ഇൻ്റഗ്രൽ എ ടു ബി കെ ഓഫ് എസ് ടി ഇ ഐ ഓഫ് ടി ഡി ടി ഇ ഐ ഓഫ് എസ് കോൺജുഗേറ്റ് ഡി എസ് എന്ന് എഴുതി. പക്ഷേ ആ ഇൻ്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് എന്താ നമുക്കറിയാം? ഓപ്പറേറ്ററിൻ്റെ കെ ഓഫ് ഇ ഐ ഓഫ് എസ് ആണെന്നറിയാം. കെ ഓഫ് എക്സ് ഓഫ് എസ് ആകുമ്പോഴാണ് ഇൻ്റഗ്രൽ എ ടു ബി കെ ഓഫ് എസ് ടി എക്സ് ഓഫ് ടി ഡി ടി നമ്മൾ എഴുതിയിരുന്നത്. അപ്പോൾ ഇവിടെ ഇ ഐ ഓഫ് എസ് എന്ന് കൊടുത്തു, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇപ്പോൾ 1 വേരിയബിൾ ഫംഗ്ഷനിലേക്ക് മാറി. കെ ഓഫ് ഇ ഓഫ് എസ് 1 വേരിയബിൾ ഫംഗ്ഷനാണ്, ഇ ഐ ഓഫ് എസ് കോൺജുഗേറ്റ് 1 വേരിയബിൾ ഫംഗ്ഷനാണ്. അതിന് ഇന്ന പ്രൊഡക്റ്റിലേക്ക് അഗൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ കെ ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഈ സെക്കൻഡ് ഫംഗ്ഷൻ്റെ കൊടുക്കുന്നു. കാരണം ഇൻ്റഗ്രൽ ഇന്ന പ്രൊഡക്റ്റ് എഫ് വിത്ത് ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻ്റഗ്രലിൻ്റെ രണ്ടാമത്തെ കോൺജുഗേറ്റ് ആണ് എടുക്കുക, അത് അപ്ലൈ ചെയ്തു. അപ്പോൾ ഇ ഐ ഓഫ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എസ്സിലും എസ് ആർബിട്രറി ആയതുകൊണ്ട് കെ വിത്ത് ഇ ഐ എന്നാക്കാം. കെ വിത്ത് ഇ ഐ എന്ന് പറഞ്ഞാൽ ലാംഡ ഇ ഐ ആണ്. ഐഗൺ വാല്യൂൻ്റെ ഡെഫിനിഷൻ പ്രകാരം ലാംഡ ഇ ഐ വിത്ത് ഇ ഐ, ലാംഡ ഐ പുറത്തെടുത്തു. ഇന്നപ്പടത്ത് ഇ ഐ വിത്ത് ഇ ഐ, ഇന്നപ്പടത്ത് ഇ ഐ വിത്ത് ഇ ഐയുടെ വാല്യൂ 1 ആയിരിക്കും, ഓർത്തോനോമൽ ആയതുകൊണ്ട്. ദോർഫോർ കെ ഇന്നപ്പടത്ത് കെ വിത്ത് ഈറ്റ ഐ ഡബിൾ വേരിയബിൾ കേസ് ഈക്വൽ ടു ലാംഡ ഐ എന്ന് കിട്ടി. ദോർഫോർ ഫൈ ഓഫ് എസ് ടിയുടെ വാല്യൂ എന്തായി മാറി? ലാംഡ ഐ ഈറ്റ ഐ. ലാംഡ ഐ ഈറ്റ ഐ എന്ന് പറഞ്ഞാൽ ശരി ഈറ്റയുടെ വാല്യൂ എന്തായിരുന്നു? ഇ ഐ ഓഫ് എസ് ഇ ഓഫ് ടി കോൺജുഗേറ്റ് എന്നാണ്. ആ വാല്യൂ കിട്ടി. അപ്പോൾ നമുക്ക് ആദ്യം ഈ സീറ്റ ഫംഗ്ഷനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് ശരിയാണെന്ന് മനസ്സിലായി. നെക്സ്റ്റ് ആ സീരീസ് കൺവേർജൻ്റ് ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ആ കൺവേർജൻസ് പ്രൂവ് ചെയ്യാനാണ് നെക്സ്റ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി ആർബിട്രറി ആയിട്ട് 2 പോയിൻറ്റ്സ് L2 ഓഫ് ക്ലോസ് ലെബിൽ എടുത്തു. എക്സ് സെഡ് ടു ആർബിട്രറി പോയിൻറ്റ്സ് ഇൻ ക്ലോസ് ലെബി. ഫസ്റ്റ് ഹിൽബർട്ട്സ് തിയറം പ്രകാരം ടി എന്ന ഓപ്പറേറ്റർ നമുക്ക് പഠിച്ചിട്ടുണ്ട്. ടി എന്ന ഓപ്പറേറ്റർ വെച്ചിട്ട് ഇമേജ് ടി ക്ലോഷറിൻ്റെ ഓർത്തോനോമൽ ബേസിസ് ആണെങ്കിൽ ടി ഓഫ് എക്സ് ക്യാൻ ബി റിട്ടേൺ എസ് ടി ഒരു ഓപ്പറേറ്റർ ആണെങ്കിൽ. ഇവിടെ ടി എന്ന ഓപ്പറേറ്റർ ഇല്ല. ആ തിയറം പ്രകാരം ടി ഓഫ് എക്സ് ക്യാൻ ബി റിട്ടേൺ സിഗ്മ ഓവർ ഐ ഇവിടെ ടി എക്സ് വിത്ത് ഇ ഐ എന്ന് എഴുതാം ഓർത്തോനോമൽ ബേസിസിൻ്റെ ഡെഫിനിഷൻ പ്രകാരം. ഇപ്പോൾ ടിക്ക് പകരം ഇവിടെ കെ ആണെങ്കിൽ കെ ഓഫ് സെഡ് ക്യാൻ ബി റിട്ടേൺ എസ് ഇന്നപ്പടത്ത് കെ ഓഫ് സെഡ് വിത്ത് ഇ ഐ എന്ന് എഴുതാം.
ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ കെ എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റർ ആണെന്ന് ഓർക്കുക. നൗ കൺസിഡർ കെ ഓഫ് സെഡ് വിത്ത് എക്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ കെ ഓഫ് സെഡ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. കെ ഓഫ് സെഡ് വിത്ത് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇന്ന പടത്തിനെ ഇൻ്റഗ്രൽ ഡെഫിനേഷൻ അപ്ലൈ ചെയ്യുക. ഇൻ്റഗ്രൽ എഫ് ജി ഇന്ന പടത്ത് എഫ് ജി ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എ ടു ബി എഫ് ഇൻറ്റു ജി കോൺജുഗേറ്റ് എന്ന് എഴുതുക. അപ്പോൾ കെ ഓഫ് സെഡ് ഓഫ് എസ് ഇൻറ്റു എക്സ് ഓഫ് എസ് കോൺജുഗേറ്റ് ഡി എസ് എന്ന് കൊടുത്തു. ഓക്കെ. ഇനി കെ ഓഫ് സെഡ് ഓഫ് എസ് അല്ലെങ്കിൽ കെ ഓഫ് എക്സ് ഓഫ് എസ് എന്താണെന്ന് നമ്മൾക്ക് അറിയാം, ഓപ്പറേറ്ററിൻ്റെ ഡെഫിനേഷൻ. ആ ഡെഫിനേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഇൻ്റഗ്രേഷൻ കൂടി വരും. ഇൻ്റഗ്രൽ എ ടു ബി കെ ഓഫ് എസ് ടി, അത് സിമെട്രിക് കേർണൽ സെഡ് ഓഫ് ടി. സെഡ് ആകുമ്പോൾ സെഡ് ഓഫ് ടി എക്സ് ഓഫ് എസ് ഡി എസ് ഡി ടി. ഓക്കെ. ഈ സെഡ് ഓഫ് ടി എക്സ് ഓഫ് എസ് കോൺജുഗേറ്റിനെ ഇത് ഹോൾ കോൺജുഗേറ്റ് വെച്ചിട്ട് റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ എന്താണ് കെ ഓഫ് എസ് ടി സെഡ് ഓഫ് ടി കോൺജുഗേറ്റ് എക്സ് ഓഫ് എക്സ് ദ ഹോൾ കോൺജുഗേറ്റ് ഡി എസ് ഡി ടി എന്ന് എഴുതാം. ഓക്കെ. അപ്പോൾ ശരിക്കും ഇപ്പോൾ എന്തിലേക്ക് മാറി നോക്കി, എക്സ് ഓഫ് എസും സെഡ് ഓഫ് ടി കോൺജുഗേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഹോൾ കോൺജുഗേറ്റും കെ ഓഫ് എസ് ടി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷനും സെക്കൻഡ് ഫംഗ്ഷൻ്റെ കോൺജുഗേറ്റുമാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് ഡബിൾ വേരിയബിൾ കേസിൽ. ദാറ്റ് മീൻസ് ഇന്ന പ്രൊഡക്റ്റ് കെ വിത്ത് എക്സ് സെറ്റ് കോൺജുഗേറ്റ്. ഈ എ എന്ന് എഴുതിയതിൽ ആ ഇന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഡബിൾ വേരിയബിൾ കേസാണ് നോക്കുക. സ്റ്റാർട്ട് ചെയ്ത് പക്ഷേ 1 വേരിയബിളിലാണ് സ്റ്റാർട്ട് ചെയ്തത്, എൻഡ് ചെയ്തപ്പോൾ 2 വേരിയബിളിലേക്ക് നമ്മൾ കൺവേർട്ട്. അപ്പോൾ 2 കെയും വ്യത്യാസമുണ്ട്. സ്റ്റാർട്ടിങ്ങിലുള്ള കെ ഓപ്പറേറ്റർ കെയും ഈ കെ എന്ന് പറയുന്നത് സിമെട്രിക് കേർണൽ ഡബിൾ വേരിയബിളുമാണ്. ഇനി തൊട്ട് മുകളിൽ സ്റ്റാർട്ട് ചെയ്ത കെ ഓഫ് സെഡ് വിത്ത് എക്സിനെ ഇന്ന പ്രൊഡക്റ്റിലൂടെ വർക്ക് ചെയ്ത് നോക്കാം. വിച്ച് ഈസ് ഈക്വൽ ടു സമേഷൻ ഓവർ കെ ഓഫ് സെഡ് വിത്ത് ഇ ഐ വിത്ത് എക്സ് എന്ന് എഴുതാം. കാരണം അവിടെ നമുക്ക് ഫസ്റ്റ് ഹിൽബർട്ട്സ് തിയറം പ്രകാരം ദാറ്റ് ഈസ് ഈക്വൽ ടു സമേഷൻ ഓവർ കെ ഓഫ് സെഡ് വിത്ത് ഇ ഐ വിത്ത് എക്സ് എന്നാക്കി. ഓക്കെ. സെറ്റ് വിത്ത് പക്ഷേ ഇനി കെ സിമെട്രിക് ആയതുകൊണ്ട് കെ ഓഫ് സെറ്റ് വിത്ത് ഇ ഐയും സെറ്റ് വിത്ത് കെ ഓഫ് ഇ ഐയും ഈക്വൽ ആയിരിക്കും, അത് കൊടുത്തു. അപ്പോൾ കെ വിത്ത് ഇ ഐ മാറി. കെ വിത്ത് ഇ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഡ ഇ ഐ എന്ന് എഴുതാം, അത് അതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ലാംഡ സെക്കൻഡ് വേരിയബിളിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ കോൺജുഗേറ്റ് ആണ് പുറത്തേക്ക് വരിക. ഓക്കെ. അപ്പോൾ സിഗ്മ ലാംഡ ഐ കോൺജുഗേറ്റ് സെറ്റ് വിത്ത് ഇ ഐ വിത്ത് എക്സ് ആണെന്നറിയാം. ഓക്കെ. പക്ഷേ നിങ്ങൾക്കറിയാം സിമെട്രിക് ആയതുകൊണ്ട് എല്ലാ ഐഗൺ വാല്യൂസും എന്തായിരിക്കും, റിയൽ നമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ കോൺജുഗേറ്റും നമ്പറും സെയിം ആയിരിക്കും. വിച്ച് ഇസ് ഈക്വൽ ടു സിഗ്മ ലാംഡ ഐ സെറ്റ് വിത്ത് ഇ ഐ വിത്ത് എക്സ് ആയി മാറി. ഇനി സെറ്റ് വിത്ത് ഇ ഐ വിത്ത് എക്സ് എന്ത് സംഭവിക്കുന്നു നമുക്ക് നോക്കാം. ഓക്കെ. സെറ്റ് വിത്ത് ഇ ഐയുടെ വാല്യൂ എന്താണെന്നറിയാം, ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രേഷനാണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇൻ്റഗ്രൽ L2 കാരണം L2ലായതുകൊണ്ട് സെറ്റ് ഓഫ് ടി ഇ എഫ് ടി കോൺജുഗേറ്റ് ഡി ടി. ഒന്ന് ടി വേരിയബിൾ കൊടുത്തു. രണ്ടാമത്തെ ഇ ഐ ഓഫ് എക്സ് വിത്ത് എക്സിനെ നമ്മൾ എസ് എന്ന വേരിയബിൾ കൊടുത്തു. എന്നിട്ട് അതിനെ നമ്മൾ മിക്സ് ചെയ്തപ്പോൾ, കാരണം അത് സെപ്പറേറ്റ് ആയിട്ടാണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് 2 വേരിയബിളിൽ കൊടുത്തത്. സെയിം വേരിയബിൾ കൊടുത്താൽ ഡിപ്പെൻഡ് ചെയ്യുന്നു വരും. ഓക്കെ. അപ്പോൾ ഇൻ്റഗ്രൽ എ ടു ബി ഇ എഫ് ടി കോൺജുഗേറ്റ് ഇ ഐ ഓഫ് എസ് സെറ്റ് ഓഫ് ടി കോൺജുഗേറ്റ് എക്സ് ഓഫ് എസ് ദ ഹോൾ കോൺജുഗേറ്റ് ഡി ടി ഡി എസ് എന്ന്. ഓക്കെ. പക്ഷേ ഇ ഓഫ് എസ് ഇ എഫ് ടി കോൺജുഗേറ്റ് പറഞ്ഞാൽ ഈറ്റ ഐ ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ നമുക്ക് സെറ്റ് ഓഫ് ടി കോൺജുഗേറ്റ് എക്സ് ഓഫ് എസ് ദ ഹോൾ കോൺജുഗേറ്റ് ഉണ്ട്, അത് അതുപടി തന്നെ എഴുതി. ശരിക്കും അതെന്താണ്, അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ്റെ കോൺജുഗേറ്റ് എന്ന ഫോമിലാണ് വരുന്നത്. അപ്പോൾ ഈറ്റ ഐ വിത്ത് സെറ്റ് കോൺജുഗേറ്റ് എക്സ്. പക്ഷേ മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആയതുകൊണ്ട് നമുക്ക് എക്സ് സെറ്റ് കോൺജുഗേറ്റ് എന്ന് എഴുതാം. ദോർഫോർ ഇന്ന പ്രൊഡക്റ്റ് ഈറ്റ, കാരണം റിയൽ കോംപ്ലക്സ് ഫംഗ്ഷനൊക്കെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ അത് കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇന്ന പ്രൊഡക്റ്റ് ഈറ്റ ഐ വിത്ത് എക്സ് സെറ്റ് കോൺജുഗേറ്റ് എന്നായി മാറി. ഓക്കെ. അപ്പോൾ ഇന്ന പ്രൊഡക്റ്റ് കെ എസ് വിത്ത് എക്സ് എന്ന് പറയുന്നത് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് സിഗ്മ ലാംഡ ഇൻറ്റു സെറ്റ് വിത്ത് ഇ ഐ വിത്ത് എക്സ് എന്നാണ് മുകളിൽ കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എന്ത് കിട്ടി, സിഗ്മ ലാംഡ ഈറ്റ ഐ വിത്ത് എക്സ് സെറ്റ് കോൺജുഗേറ്റ്. ഓക്കെ. ലാംഡയെ ഉള്ളിലേക്ക് എടുത്തപ്പോൾ ലാംഡ ഈറ്റ ഐ എക്സ് സെറ്റ് കോൺജുഗേറ്റ്. ഇനി സമേഷൻ വേരിയേഷൻ ഫസ്റ്റ് വേരിയബിളിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് അപ്ലൈ ചെയ്യുമ്പോൾ ഇന്ന പ്രൊഡക്റ്റിനുള്ളിലേക്ക് സമേഷൻ കയറി സമേഷൻ ലാംഡ ഈറ്റ. അത് ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ട് ചെയ്യുക, കാരണം ഇവിടെ ഓർത്തോനോമാലിറ്റി ഉള്ളതുകൊണ്ട് ഫൈനൈറ്റ് സമേഷൻ ആണെങ്കിൽ ഡയറക്റ്റ് കയറാം. ഇത് ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ടാണ് കയറുന്നത്, കുറേ സ്റ്റെപ്പ് ഇടയിലുണ്ടാവും. ഓക്കെ. ലാംഡ ഈറ്റ വിത്ത് എക്സ് സെറ്റ് കോൺജുഗേറ്റ്, പക്ഷേ ആ വാല്യൂ ഫൈവ് ഓഫ് എസ് ടി ആണ്. ദോർഫോർ ഇന്ന പ്രൊഡക്റ്റ് ഫൈവ് ഓഫ് എസ് ടി വിത്ത് എക്സ് സെറ്റ് കോൺജുഗേറ്റ്. ദോർഫോർ വി ഗെറ്റ് ഇന്ന പ്രൊഡക്റ്റ് കെ എക്സ് വിത്ത് കെ സെറ്റ് വിത്ത് എക്സ് ഈസ് ഈക്വൽ ടു ഇന്ന പ്രൊഡക്റ്റ് ഫൈവ് ഓഫ് എസ് ടി വിത്ത് എക്സ് സെറ്റ് ആയി മാറി. അതിനെ ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് വേരിയബിൾ തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് മാറുന്നു. ഇന്ന പ്രൊഡക്റ്റ് 5 - കെ ഓഫ് എസ് ടി വിത്ത് എക്സ് സെറ്റ് കോൺജുഗേറ്റ് ഈക്വൽ ടു 0. എക്സും സെറ്റും ആർബിട്രറി ആണ്, അങ്ങനെ എക്സ് സെറ്റ് കോൺജുഗേറ്റ് ആർബിട്രറി ആണ്. അപ്പോൾ 2 വേരിയബിൾ കേസിലുള്ള ആർബിട്രറി ഫംഗ്ഷനാണ്. എല്ലാ കേസിലും വാല്യൂ 0 കിട്ടുന്ന അർത്ഥം. അത് കംപ്ലീറ്റ് സെറ്റ് എന്ന് വിളിക്കുക ആ കളക്ഷനെ, എക്സ് സെറ്റ് കോൺജുഗേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 5 - കെ ഓർഡർഡ് പെയർ എസ് ടി ഈക്വൽ ടു 0. എല്ലാ കേസിലും വാല്യൂ 0 ആണെന്ന് പറയും. എല്ലാ കേസിലും വാല്യൂ 0 ആണെങ്കിൽ 0 ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ കെയും ഫൈയും ഈക്വൽ ആയിരിക്കും. ദാറ്റ് മീൻസ് കെ ഈക്വൽ ടു 5 ഈക്വൽ ടു സമേഷൻ ഓവർ കെ വിത്ത് ഈറ്റ ഐ. പക്ഷേ കെ വിത്ത് ഈറ്റ ഐയുടെ വാല്യൂ നമുക്കറിയാം ലാംഡ ഐ ആണ്. ദോർഫോർ കെ ഈക്വൽ ടു ലാംഡ ഐ വിത്ത് സമേഷൻ ലാംഡ ഐ വിത്ത് ഈറ്റ ഐ നമുക്ക് കിട്ടി.
ഓക്കെ, ഈറ്റയുടെ വാല്യൂ എന്താ EAFS EF. അപ്പോൾ കെയുടെ വാല്യൂ സീറ്റ ഫംഗ്ഷൻ്റെ സിമെട്രിക് കേർണലിൻ്റെ വാല്യൂ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. നെക്സ്റ്റ് സിഗ്മ ലാംഡ സ്ക്വയർ കൺവേർജൻ്റ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ആ ഇൻ്റഗ്രേഷൻ കൺസിഡർ ചെയ്തു. RHS ഡബിൾ ഇൻ്റഗ്രൽ ഓവർ AB മോഡ് KST സ്ക്വയർ DS DT. പക്ഷേ മോഡ് സ്ക്വയർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്പർ ഇൻറ്റു അതിൻ്റെ കോൺജുഗേറ്റ് ആണ്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പക്ഷേ ഇനി ഡബിൾ വേരിയബിളിലുള്ള ഇന്നപ്പടൻ്റെ ഡെഫിനിഷൻ പ്രകാരം ഫസ്റ്റ് ഫംഗ്ഷനിൻ്റെ സെക്കൻഡിൻ്റെ കോൺജുഗേറ്റ് കൊടുത്തു. അപ്പോൾ സെക്കൻഡ് ഫംഗ്ഷൻ രണ്ടും സെയിം ആണ്. അപ്പോൾ KST വിത്ത് KST ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സമേഷൻ ലാംഡ ഈറ്റായി, സമേഷൻ ലാംഡ ഈറ്റായി. ഈറ്റായി സാൻ ഓർത്തോനോമലാണ്, സെയിം അല്ലാത്ത കേസെല്ലാം 0 ആയി പോകും. ദോർ ഫസ്റ്റ് വേരിയബിളിൽ നിന്ന് ലാംഡയും സെക്കൻഡ് വേരിയബിളിൽ നിന്ന് കോൺജുഗേറ്റും പുറത്തേക്ക് വരും. സിഗ്മ ലാംഡായി കോൺജുഗേറ്റ് ഈറ്റായി വിത്ത് ഈറ്റായി വിത്ത് ഈറ്റയുടെ വാല്യൂ 1 ആണ്. മോഡ് ലാംഡ സ്ക്വയർ എന്ന് കിട്ടുന്നു. ദോർ പക്ഷേ റിയൽ നമ്പേഴ്സ് ആയതുകൊണ്ട് മോഡ് സ്ക്വയറും അതും ഈക്വൽ ആയിരിക്കും. ദോർ സിഗ്മ ലാംഡ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഇൻ്റഗ്രൽ ഓൾറെഡി കൺവേർജൻ്റ് ആണ്, ദാറ്റ് മീൻസ് സീരീസ് ഈസ് കൺവേർജൻ്റ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണെന്ന് ഓർക്കുക. ഇനി മേഴ്സർ തിയറത്തിൽ പറയുന്നത് ഈ തൊട്ട് മുന്നിലുള്ള സെക്കൻഡ് ഹിൽബർട്ട് സ്മിത്ത് തിയറത്തിൽ പറഞ്ഞിട്ടുള്ള സിമെട്രിക് കേർണൽ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന സീരീസ് KSTയുടെ ആ സീരീസ് അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റും യൂണിഫോംലി കൺവേർജൻറ്റും ആയിരിക്കും. അതായത് KST കണ്ടിന്യൂസും അതുപോലെ തന്നെ നോൺ നെഗറ്റീവ് ഐഗൺ വാല്യൂസ് മാത്രമാണ് ഉള്ളതെങ്കിൽ ഗിവൺ ഓപ്പറേറ്റർ കെയ്ക്ക് നോൺ നെഗറ്റീവ് ഐഗൺ വാല്യൂ അതുപോലെ അത് കണ്ടിന്യൂസും, രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് കണ്ടിന്യൂസ് ആണെങ്കിൽ KST കണ്ടിന്യൂസ് ആൻഡ് അസ്യൂം ദാറ്റ് ആൾ ഓഫ് ദ ഐഗൺ വാല്യൂ ലാംഡ ഐ കറസ്പോണ്ടിങ് ടു ദ ഇൻ്റഗ്രൽ ഓപ്പറേറ്റർ KR നോൺ നെഗറ്റീവ്. രണ്ട് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ നമ്മളുടെ ഈ സീരീസ് KST എന്നുള്ള സീരീസ് ഓൾറെഡി അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റും യൂണിഫോംലി കൺവേർജൻറ്റും ആയിരിക്കുമെന്നാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി പോയിൻ്റ് വൈസ് കൺവേർജൻസ് അവിടെ കിട്ടും. അത് അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റും യൂണിഫോംലി കൺവേർജൻറ്റും ആവണമെങ്കിൽ KST എന്താവണം? കണ്ടിന്യൂസ് ആവണം. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ് പഠിക്കേണ്ടത്. ഇനി 6.2.12 എന്ന് പറയുന്നത് നമുക്ക് പ്രധാനപ്പെട്ട റിസൾട്ടാണ്. അതൊരു കൊറോളറിയാണ്. ആ കൊറോളറി പ്രകാരം പറഞ്ഞിരിക്കുന്നത് KST ബി കണ്ടിന്യൂസ് ആൻഡ് അസ്യൂം ദാറ്റ് ആൾ ഓഫ് ദി ഐഗൺ വാല്യൂ ലാംഡ ഐ കറസ്പോണ്ടിങ് ടു ദി ഇൻ്റഗ്രൽ ഓഫ് KR നോൺ നെഗറ്റീവ് ആണ്. നോം നെഗറ്റീവ് അല്ല, നോൺ നെഗറ്റീവ്. അങ്ങനെയാണെങ്കിൽ ഇന്നപ്പടത്ത് KS വിത്ത് X ഈസ് ഗ്രേറ്റർ ആർ ഈക്വൽ ടു 0 ഫോർ എവരി X, നോൺ നെഗറ്റീവിൻ്റെ കണ്ടീഷൻ. അത് തൊട്ട് മുകളിലുള്ള റിസൾട്ട് പഠിച്ചിരുന്നു. അത് വെച്ചുകൊണ്ടാണ് ദെൻ സമേഷൻ ലാംഡ എന്ന് പറയുന്നത് ഇന്നപ്പടത്ത് ഇൻ്റഗ്രൽ A to B KT DT എന്നാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് KT ഗ്രേറ്റർ ഈക്വൽ ടു 0 ഫോർ എവർ T, അത് തൊട്ട് മുകളിൽ പറഞ്ഞ കാര്യം. അപ്പോൾ മേഴ്സർ തിയറം പ്രകാരം KST എന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ്, കണ്ടിന്യൂസ് ആയതും ഈ രണ്ട് കണ്ടീഷൻ ഉണ്ടെങ്കിൽ അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസും കൺവേർജൻറ്റും ആയിരിക്കും നമുക്കറിയാം. അപ്പോൾ KST എന്ന് പറയുന്നത് ലാംഡ EAFS EFT കോൺജുഗേറ്റ് ആയിരിക്കും. That means KTT can be written as sigma lambda EFT conjugate. അതാകുമ്പോൾ മോഡൽ സ്ക്വയർ എന്ന് വരും KTT. ഇൻ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ് വി ഗെറ്റ് ഇൻ്റഗ്രൽ A to B KTT DT ഈക്വൽ ടു ഇൻ്റഗ്രൽ A to B സമേഷൻ ലാംഡ I മോഡ് EAT സ്ക്വയർ DT. പക്ഷേ ഈ ലാംഡ ഐസിൻ്റെ കേസിൽ നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇൻ്റഗ്രലിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ ഇൻ്റഗ്രൽ A to B മോഡ് EFT സ്ക്വയർ DT എന്ന് വരും. അത് ശരിക്കും അതിൻ്റെ നോമിൻ്റെ സ്ക്വയറാണ്. പക്ഷേ ഐസ് ഓർത്തോനോമൽ ആയതുകൊണ്ട് നോമും 1 ആയിരിക്കും. നോം 1 ആണെങ്കിൽ നോം സ്ക്വയറും 1 ആയിരിക്കും. അപ്പോൾ സിഗ്മ ലാംഡ എന്ന് മാത്രം കിട്ടും. ദോർ ഇൻ്റഗ്രൽ A to B KTT ഈക്വൽ ടു സിഗ്മ ലാംഡ എന്ന് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെയാണ് വേറൊരു കാര്യം പറയുന്നത്. ഈ ഓപ്പറേറ്റർ കോമ്പാക്റ്റും സെൽഫ് അഡ്ജോയിൻറ്റും ഓപ്പറേറ്ററാണ് നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കേർണൽ KST എന്ന് പറയുന്നത് സിമെട്രിക് കേർണലാണ്. ഈ സിമെട്രിക് കേർണൽ സീരീസ് നമ്മൾ അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റ് യൂണിഫോംലി കൺവേർജൻ്റ് ആവും. എപ്പോഴും KST കണ്ടിന്യൂസും ഐഗൺ വാല്യൂസ് പോസിറ്റീവ് ഐഗൺ വാല്യൂസും അതായത് നോൺ നെഗറ്റീവ് ഐഗൺ വാല്യൂസും ആകുമ്പോൾ എന്നുള്ള കാര്യം പറഞ്ഞു. ഓക്കെ, KST ഈസ് എൻ മെമ്പർ ഓഫ് L2 of I square ലീഡ്സ് ടു എ സബ് ക്ലാസ് ഓഫ് കോമ്പാക്ട് സിമെട്രിക് ഓപ്പറേറ്റർ. അപ്പോൾ നമുക്ക് പറഞ്ഞിട്ടുള്ള കോമ്പാക്ട് സിമെട്രിക് ഓപ്പറേറ്ററിൻ്റെ ഒരു സബ് ക്ലാസ് ആയിട്ട് അതിനെ കൺസിഡർ ചെയ്യുന്നു എന്ന് പറയുന്നു. ദർ ഐഗൺ വാല്യൂ ലാംഡ I മസ്റ്റ് കൺവേർജസ് ടു 0 ക്വിക്ക്ലി. അതായത് ഇപ്പോൾ ഇതിൻ്റെ ഐഗൺ വാല്യൂസ് ലാംഡ ഐയിലേക്ക് കൺവേർജ് ചെയ്യുന്നു, ലാംഡ I 0യിലേക്ക് കൺവേർജ് ചെയ്യുന്നു. സാധാരണ നമുക്ക് ലാംഡ ഐസ് ഒന്ന് ഫൈനൈറ്റ് സെറ്റായിട്ട് മാറുകയോ അല്ലെങ്കിൽ അത് 0യിലേക്ക് കൺവേർജ് ചെയ്യുക. പക്ഷേ ഇവിടെ കൺവേർജ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. കാരണം സെക്കൻഡ് ഹിൽബർട്ട് സ്മിത്ത് തിയറം പ്രകാരം സിഗ്മ ലാംഡ സ്ക്വയർ കൺവേർജൻ്റ് ആണ്. ഒരു സീരീസ് കൺവേർജൻ്റ് ആണെങ്കിൽ nth ടേം ടെസ്റ്റ് പ്രകാരം അതിൻ്റെ nth ടേം ടെൻസ് ടു 0, അതായത് ലാംഡ I സ്ക്വയർ ടെൻസ് ടു 0 ആയിരിക്കും. ലാംഡ I ടെൻസ് ടു 0 ആണെങ്കിൽ ലാംഡ I ടെൻസ് ടു 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ഇവിടെ നോട്ട് ചെയ്യേണ്ടത് ദാറ്റ് ഈസ് ദർ ആർ നോ
സച്ച് ഓപ്പറേറ്റേഴ്സ് വിത്ത് ഐഗൺ വാല്യൂസ് ലാംഡ n = 1/√n. അപ്പോൾ 1/√n എന്ന് പറയുന്ന ഐഗൺ വാല്യൂ വരുന്ന ഇത്തരം ഓപ്പറേറ്റേഴ്സ് ഉണ്ടാവില്ല. അതിൻ്റെ കാരണം 1/√n ലാംഡ വാല്യൂസ് വരികയാണെങ്കിൽ സിഗ്മ ലാംഡ സ്ക്വയർ എന്ന് പറയുന്നത് സിഗ്മ 1/n ആയിരിക്കും. സിഗ്മ 1/n ഡൈവേർജൻ്റ് ആണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള 1/√n ഐഗൺ വാല്യൂ വരുന്ന 1/√n 0ലേക്ക് ടെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത്തരം ഐഗൺ വാല്യൂ വരുന്ന ഓപ്പറേറ്റേഴ്സ് ഉണ്ടാവില്ല. കാരണം സിഗ്മ ലാംഡ ഐ സ്ക്വയർ കൺവേർജൻ്റ് ആവണം എന്നുള്ളതുകൊണ്ട്. ഓക്കെ, ഇവിടെ കൺവേർജൻ്റ് ആവില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ ഈ റിമാർക്ക് പറയുന്നത് കെ ഓഫ് എസ് ടി നമുക്ക് ഓപ്പറേറ്റർ കെ ഓഫ് എക്സ് തന്നിട്ടുണ്ട്. കെ ഓഫ് എസ് ടി നമുക്ക് സിമെട്രിക് കേർണലാണ് തന്നിട്ടുണ്ട്. ആ സിമെട്രിക് കേർണൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇ ഐ ഓഫ് ടിയും കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണെന്ന് പറയണം. ഇ ഐ ഓഫ് ടി എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ടു നോൺ സീറോ ഐഗൺ വാല്യൂസ് ആർ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇ ഐ ഓഫ് എസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് തന്നിരിക്കുന്ന കെ ഓഫ് എസ് ടി കണ്ടിന്യൂറ്റി അപ്ലൈ ചെയ്തിട്ടാണ് ചെയ്യാമെന്ന് ഓർക്കുക. ഓക്കെ, താങ്ക് യു.